പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അറേ എന്താണെന്നും വിവിധ തരത്തിലുള്ള അറേകളെക്കുറിച്ചും അറേ ട്രാവേഴ്സൽ എന്താണെന്നും പറഞ്ഞു. ഇന്ന് അറേ ഉപയോഗിച്ച് സ്ട്രിംഗ് ഡാറ്റയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് പറയുന്നത്. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേസ്. നമുക്കറിയാം, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഡബിൾ കൊട്ടേഷനിൽ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകളെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. A string is a group of characters or a sequence of characters enclosed in double quotes. ഡബിൾ കൊട്ടേഷനിൽ വരുന്ന ഒരു കൂട്ടം ലെറ്ററുകളെ അല്ലെങ്കിൽ ക്യാരക്ടറുകളെയാണ് C++ൽ ഒരു സ്ട്രിംഗ് ലിറ്ററൽ അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഈ സ്ട്രിംഗ് ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം വേണം. ആ പ്രോഗ്രാമിൽ നിങ്ങളോട് ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു. ആ പ്രോഗ്രാമിൽ നിങ്ങളുടെ പേര് ഇൻപുട്ടായി സ്വീകരിച്ച് ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്യുന്നു. ഔട്ട്പുട്ടായിട്ട് നിങ്ങളുടെ പേര് കാണിക്കുന്നു. സോ ഇവിടെ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ക്യാരക്ടറുകളാണ്. അപ്പോൾ ഈ പേര് എന്നത് ഒരു സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് ലിറ്ററൽ അല്ലെങ്കിൽ സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ ഒരു സ്ട്രിംഗ് ഡാറ്റയെ ഇൻപുട്ടായി എടുക്കണം. നിങ്ങളുടെ പേര് ഇൻപുട്ടായി എടുക്കണം. ആ പേര് സ്റ്റോർ ചെയ്യണം. പിന്നീട് ആ സ്റ്റോർ ചെയ്ത പേര് ഔട്ട്പുട്ടായിട്ട് കാണിക്കണം. നമുക്ക് C++ൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ വാരിയബിൾ വേണം. വാരിയബിൾ ഉപയോഗിക്കണമെങ്കിൽ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് നിങ്ങളുടെ പേരാണ് ഇൻപുട്ട്. ആ പേര് സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് തീരുമാനിക്കണം. തീർച്ചയായിട്ടും വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏത് വാരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും C++ൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറയണം. ഡാറ്റ ടൈപ്പ് സ്പേസ് വാരിയബിൾ നെയിം എന്നതാണ് വാരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ്. നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ പേര് ഇൻപുട്ടായി എടുത്ത് ആ പേര് ഇൻപുട്ടായി എടുത്ത പേര് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ ഒരു പ്രോഗ്രാം C++ പ്രോഗ്രാം എഴുതാൻ പോകുന്നു. ഈ പ്രോഗ്രാമിൽ ഒരു വാരിയബിൾ വേണം. പേരാണ് ഇൻപുട്ട്. ആ ഇൻപുട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ഇൻപുട്ട് ആയിട്ട് പ്രോഗ്രാം എടുക്കുന്ന നിങ്ങളുടെ പേര് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇവിടെ ചോദ്യം, വാരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ എൻ്റെ ഡാറ്റ ടൈപ്പ് പറയണം. ഏത് ഡാറ്റ ടൈപ്പാണ് ഒരു പേര് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഡബിൾ കൊട്ടേഷനിൽ ഉൾപ്പെടുന്ന പേര്, സ്ഥലം, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം C++ൽ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പാണ് വരുന്നത്. സ്ട്രിംഗ് ടൈപ്പ് ഡാറ്റയായിട്ടാണ് വരുന്നത്. അതായത് ഒരു കൂട്ടം ഡബിൾ കൊട്ടേഷനും അകത്ത് കൊടുത്തിട്ടുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ. അതാണല്ലോ പേരും സ്ഥലപ്പേര് എന്നിവയൊക്കെ. അപ്പോൾ ഇവിടെ പേര് സൂക്ഷിക്കുന്നതിനുള്ള ഒരു വാരിയബിൾ നമുക്ക് പ്രോഗ്രാമിൽ ആവശ്യമാണ്. നമ്മുടെ പേര് ഇൻപുട്ടായി എടുത്ത പേര് സൂക്ഷിക്കുന്നതിനുള്ളൊരു വാരിയബിൾ. ഈ വാരിയബിളിൻ്റെ തരം എന്താണ്? ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഡിക്ലെയർ ചെയ്താലേ വാരിയബിൾ C++ൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഡാറ്റ ഇവിടെ പേരാണ്, നിങ്ങളുടെ പേരാണ് ഡാറ്റ. ആ പേരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ലെറ്ററുകൾ അല്ലെങ്കിൽ ക്യാരക്ടറുകളാണ്. പേരിനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പിലുള്ള വാരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ ഇതുവരെ കഴിഞ്ഞ ചാപ്റ്ററിൽ C++ലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും ക്യാർ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, ഇങ്ങനെ 5 ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളാണ് C++ൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ എന്നിവ ന്യൂമറിക് ഡാറ്റ ടൈപ്പുകളാണ്. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാരിയബിളുകൾ, ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിൾ, അതായത് ഒരു ഇൻറ്റിജർ വാരിയബിളോ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാരിയബിളോ ഡബിൾ വാരിയബിളിനോ നമ്പറുകളെ സൂക്ഷിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. നമുക്കിവിടെ ഒരു പേരാണ് സൂക്ഷിക്കേണ്ടതും ഇൻപുട്ടായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ ഉപയോഗിച്ചാൽ, ക്യാർ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതാണ്. ഇറ്റ്സ് എ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്. ഒരു സമയം ഒരു ക്യാർ ഡാറ്റ ടൈപ്പിന് ഒരൊറ്റ ക്യാരക്ടർ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ക്യാർ ഡാറ്റ ടൈപ്പ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ പേര് സൂക്ഷിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാമിൽ ഒരു വാരിയബിൾ വേണം. ആ വാരിയബിളിൻ്റെ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് നിലവിലുള്ള
ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളായ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ ഒന്നും പറ്റുകയില്ല. അതൊക്കെ നമ്പർ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകളാണ്. പിന്നെ വോയിഡ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി ഡാറ്റയാണ്. അപ്പോൾ ഇതിൽ ക്യാർ മാത്രമാണ് കുറച്ചെങ്കിലും പറ്റുന്ന ഒരു ഡാറ്റ ടൈപ്പ്. അപ്പോൾ നമ്മൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്തു, സേ നെയിം, മൈ നെയിം എന്നാണ് വാരിയബിളിൻ്റെ പേര് കൊടുത്തതെന്ന് വിചാരിക്കുക. വാരിയബിളിൻ്റെ പേര്, അപ്പോൾ വാരിയബിൾ ഡിക്ലെയർ ചെയ്യണം ക്യാർ മൈ നെയിം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം, ഇങ്ങനെ ക്യാർ ഡാറ്റ ടൈപ്പിലൊരു വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ക്യാർ ഒരു ക്യാരക്ടർ വാരിയബിളിന്, നമുക്കറിയാം C++ൽ ഒരു ക്യാരക്ടർ വാരിയബിളിന് ഒരു സമയം ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എ വാരിയബിൾ ഡിക്ലെയർഡ് യൂസിങ് ക്യാർ ക്യാൻ ഹോൾഡ് ഓൺലി വൺ ക്യാരക്ടർ. നമുക്കിവിടെ ഒരു കൂട്ടം നിങ്ങളുടെ പേരാണ് സ്റ്റോർ ചെയ്യേണ്ടത്. പേരെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അല്ല, ഒരു കൂട്ടം ലെറ്ററുകൾ അല്ലെങ്കിൽ ക്യാരക്ടറുകളാണ്. നമുക്കിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ പേരാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇനി മറ്റൊരു കേസ് നോക്കാം. നമുക്ക് ഈ പേര് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കൂട്ടം, ഡബിൾ കൊട്ടേഷനകത്ത് കൊടുത്തിട്ടുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകളാണ്. ഇവ ഏതൊരു പേരെടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്യാർ ഡാറ്റ ടൈപ്പിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇവിടെ നമുക്കൊരു കൂട്ടം ഇതുപോലെയുള്ള പേരുകളാണ്. ഇവിടെ നികേത് എന്നൊരു പേര്, സപ്പോസ് പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ പേര് നികേത് എന്നാണ്. നികേതിൽ എത്ര ക്യാരക്ടറുകളുണ്ട്? നികേതിൽ 6 ക്യാരക്ടറുകളുണ്ട്. അപ്പോൾ 6 ക്യാരക്ടർ സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഡാറ്റ ടൈപ്പ് വേണം. 6 ലെറ്ററുകൾ സൂക്ഷിക്കാൻ പറ്റും. അത്തരത്തിലൊരു ഡാറ്റ ടൈപ്പ് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകളൊന്നുമില്ല. ഒരു ക്യാരക്ടർ സൂക്ഷിക്കാൻ നമുക്കൊരു ക്യാരക്ടർ വാരിയബിൾ ഡിക്ലെയർ ചെയ്യാം. പക്ഷേ അതിൽ അറ്റ് എ ടൈം ഒരു സമയം നമുക്ക് ഒറ്റ ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരക്ടർ അറേയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതാണ്. എ ക്യാരക്ടർ അറേ ക്യാൻ സ്റ്റോർ. അപ്പോൾ നമുക്കിവിടെ C++ൽ പേര്, സ്ഥലം തുടങ്ങിയ ഡാറ്റകൾ സൂക്ഷിക്കാൻ ക്യാരക്ടർ അറേ ഉപയോഗിക്കാം. സോ ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്ട്രിങ് വാരിയബിൾ. കാരണം ഒരു ക്യാരക്ടർ അറേ നിങ്ങൾ പഠിച്ചു. ഒരു ക്യാരക്ടർ അറേക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഒരു കൂട്ടം ക്യാരക്ടറുകളെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് ക്യാരക്ടർ അറേ. ഓക്കെ, സിൻസ് we know that an array of character type can hold more than one character. ഒരു ക്യാരക്ടർ വാരിയബിളിന് അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും ഒരു ക്യാരക്ടർ അറേക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ, സൂക്ഷിക്കാൻ കഴിയും. സോ നമുക്കിവിടെ നമ്മുടെ പേര്, അതുപോലെ അഡ്രസ്സ്, അങ്ങനെയുള്ള ഡാറ്റകൾ, സ്ട്രിങ് ഡാറ്റകൾ, ഒരു കൂട്ടം ക്യാരക്ടറുകൾ ഡാറ്റ വരുന്ന ഡാറ്റ, ഒരു കൂട്ടം ക്യാരക്ടർ ഉൾപ്പെടുന്ന ഡാറ്റകളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ക്യാരക്ടർ അറേ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ നികേത് എന്ന പേര് കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്നു, പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. ആ നികേത് എന്ന പേര് പ്രോഗ്രാമിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി സൈസ് 10 ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അറേയുടെ പേര് my_name എന്നാണ്. സോ my_name എന്ന അറേ ഒരു ക്യാരക്ടർ അറേയാണ്. അതിൻ്റെ സൈസ് 10 ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അറേക്ക് മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതായത് ഇവിടെ മൈ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങളുടെ പേര് ഈ മൈ നെയിം എന്ന ക്യാരക്ടർ അറേയിലായിരിക്കും പ്രോഗ്രാമിൽ സൂക്ഷിക്കുക. നിങ്ങൾക്കിവിടെ അറേയുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഒരു വാരിയബിളിന് നെയിം ചെയ്യുന്നതിനുള്ള എല്ലാ റൂൾസും, ഐഡൻറ്റിഫയർ നെയിം റൂൾസും ഒരു അറേക്ക് നെയിം ചെയ്യുമ്പോഴും അറേക്ക് പേര് കൊടുക്കുമ്പോഴും ബാധകമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മൈ നെയിം എന്ന് പറയുന്നൊരു ഈ മൈ നെയിം എന്ന അറേക്ക് മെമ്മറി അലോക്കേഷൻ 10 ബൈറ്റ് ആയിരിക്കും. കാരണം ക്യാർ ഡാറ്റ ടൈപ്പ് ഒരു അറേയുടെ മെമ്മറി അലോക്കേഷൻ നിങ്ങൾ പറഞ്ഞാണ്. ഒരു അറേയുടെ സൈസ് എത്രയാണോ, അറേയുടെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി നമ്പർ ഓഫ് സൈസ് ഓഫ് ദി അറേ. അതാണല്ലോ ഒരു അറേയുടെ മൊത്തം അറേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി. സോ ഇവിടെ ഒരു ക്യാർ ഡാറ്റ ടൈപ്പ് സൂക്ഷിക്കാൻ 1 ബൈറ്റ് മെമ്മറി, അങ്ങനെ 10 ക്യാരക്ടറുകൾ സൂക്ഷിക്കുന്ന ഒരു അറേയാണ് മൈ നെയിം. സോ മൈ നെയിം എന്ന അറേക്ക് അടുത്തടുത്തുള്ള 10 ബൈറ്റ് മെമ്മറികൾ, 1 ബൈറ്റ് വീതമുള്ള അടുത്തടുത്തുള്ള ഓരോ ബൈറ്റ് സൈസുള്ള 10 ബൈറ്റ് മെമ്മറികൾ അലോക്കേറ്റ് ചെയ്യും. സോ ഒരു 10 ബോക്സുകൾ അടുത്തടുത്ത് കിടക്കുന്ന 10 മെമ്മറി ലൊക്കേഷനുകൾ അലോക്കേറ്റ് ചെയ്യും. ഓരോ മെമ്മറി ലൊക്കേഷൻ്റെയും വലിപ്പം 1 ബൈറ്റാണ്. ഒരു മെമ്മറി ലൊക്കേഷന് 1 ബൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൈ നെയിം എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായി കിടക്കുന്ന 10 ബൈറ്റ് മെമ്മറിയാണ്. അതായത് ഓരോ ബൈറ്റ് വീതമുള്ള 10 ബൈറ്റ് മെമ്മറികളാണ്. ആ 10 ബൈറ്റ് മെമ്മറിയുടെയും കൂടെ പേരാണ് മൈ_name എന്നത്.
ഇനി നമുക്ക് എങ്ങനെ മൈ നെയിമിൽ നിങ്ങളുടെ ഇൻപുട്ട് ഡാറ്റ ആയത് നിങ്ങളുടെ പേര് സ്റ്റോർ ചെയ്യാം. സപ്പോസ് നികേത് എന്നുള്ള പേരോ മറ്റൊക്കെ സ്റ്റോർ ചെയ്യാം. നമുക്ക് അറേ ഇനീഷ്യലൈസേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ഒരു അറേയിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഒന്നുകിൽ അറേ ഇനീഷ്യലൈസേഷൻ വഴിയാവാം, അല്ലെങ്കിൽ നമുക്ക് ലൂപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ ഉപയോഗിച്ച് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി എൻ്റർ ചെയ്യാം. അതിൽ ഓരോ അറേ എലമെൻറ്റ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അറേ ഇൻപുട്ട് ചെയ്യുന്നതിനും അറേ ട്രാവേഴ്സലിന് എക്സാമ്പിളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൈ നെയിം എന്നുള്ള അറേയിലേക്ക് ഇവിടെ നികേത് എന്ന പേര് പ്രോഗ്രാമിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നികേത് എന്ന പേര് കൊടുക്കുന്നു. ആ പ്രോഗ്രാം അപ്പോൾ നികേത് എന്ന ഇൻപുട്ട് അതിൽ 6 ലെറ്ററുകളുണ്ട്. അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി മൈ നെയിം എന്ന് പറയുന്ന അറേ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അറേയുടെ സൈസ് 10 ശരിക്കും 6 മതി. ഓക്കെ, എന്നാലും സൈസ് കൂടുതൽ ഒരു 4 ബൈറ്റ് ബേസ്ഡ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മൈ നെയിം എന്ന അറേക്ക് 10 ബൈറ്റ് അല്ലെങ്കിൽ ഈ 10 ബൈറ്റിൽ ആദ്യത്തെ 6 ബൈറ്റിൽ NIKETH എന്നീ ലെറ്ററുകൾ സ്റ്റോർ ചെയ്യും. ഇവിടെ മൈ നെയിം എന്ന അറേയെ മൈ നെയിം എന്ന ക്യാരക്ടർ അറേയെ നികേത് എന്ന പേര് സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധാരണ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക. മൈ നെയിം എന്ന അറേയിൽ നികേത് എന്ന പേര് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇനീഷ്യലൈസേഷൻ വഴി സ്റ്റോർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ക്യാരക്ടർ അറേ ഇനീഷ്യലൈസേഷൻ. ഒരു അറേയുടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ അറേ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അറേയെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂസ് അറേയിലെ വിലകൾ കൂടി നൽകുന്നതിനെയാണ് അറേയുടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മറ്റ് അറേകൾ, അതായത് ഇൻറ്റീജർ അറേ, ഫ്ലോട്ട് അറേ എന്നിവയൊക്കെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്യാരക്ടർ അറേയും ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നികേത് എന്ന ഡാറ്റയാണ് മൈ നെയിം എന്ന ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ 10 ലെറ്ററുകളുള്ള അല്ലെങ്കിൽ 10 ക്യാരക്ടറുകളുള്ള ഏതൊരു വാക്കും മൈ നെയിം എന്ന അറേയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 ലെറ്ററുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് ക്യാരക്ടർ അറേയാണ് മൈ നെയിം. സോ മൈ അണ്ടർസ്കോർ നെയിം എന്നുള്ളത് ഇറ്റ്സ് എ ക്യാരക്ടർ അറേ ദാറ്റ് ക്യാൻ സ്റ്റോർ 10 ക്യാരക്ടേഴ്സ്. ഏത് 10 ക്യാരക്ടറുകളെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. മാക്സിമം 10 ക്യാരക്ടറുകൾ. ഓക്കെ, മാക്സിമം 10 5 ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. മാക്സിമം പരമാവധി 10 ലെറ്ററുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അടുത്തടുത്തായി കിടക്കുന്ന 10 ബൈറ്റ് വീതമുള്ള 1 ബൈറ്റ് വീതമുള്ള 10 മെമ്മറി ലൊക്കേഷനുകളുടെ, അതായത് 10 ബൈറ്റ് മെമ്മറിയെയാണ് മൈ നെയിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൈ നെയിമിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് നോക്കുക. മൈ നെയിമിലേക്ക് നമുക്ക് നെയിം സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നികേത് എന്ന പേര് ഇങ്ങനെ അറേ ഇനീഷ്യലൈസേഷൻ വഴി സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ അറേ ഇനീഷ്യലൈസേഷൻ വഴി സ്റ്റോർ ചെയ്യുമ്പോൾ അറേ ഇനീഷ്യലൈസ് ചെയ്ത് അതിലേക്ക് അറേ ഡിക്ലെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ക്യാരക്ടറുകളെല്ലാം തന്നെ അറേയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാരക്ടർ അറേ ആയതുകൊണ്ട് എല്ലാ ക്യാരക്ടറുകളും അതിലെ ഓരോ അറേയിലെ ഓരോ എലമെൻറ്റ്സും സിംഗിൾ കൊട്ടേഷനിലിട്ട് കൊടുക്കണം. കാരണം ഈ അറേ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയാണ്. ഒരു കൂട്ടം ക്യാരക്ടറുകളാണ് ഇതിൽ സൂക്ഷിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടറുകൾ ഓരോന്നും കോമ സെപ്പറേറ്റഡ് ആയിട്ട് കോമ ഉപയോഗിച്ച് വേർതിരിച്ച് ഓരോ ക്യാരക്ടറും സിംഗിൾ കൊട്ടേഷനകത്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് ഡൈനാമിക്കായി അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ മൈ നെയിം എന്ന അറേയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട പേര് അറേ ഇനീഷ്യലൈസേഷൻ വഴി ഇങ്ങനെ കൊടുക്കാം. ആ സ്റ്റോർ ചെയ്യേണ്ട പേരിൽ ഓരോ ലെറ്ററുകളും സിംഗിൾ കൊട്ടേഷനകത്തിട്ട് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കോമ കൊണ്ട് വേർതിരിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഏത് പേരും നമുക്ക് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാം. ഇവിടെ നമുക്കൊരു പേരായിട്ട് ഇത് സ്റ്റോർ ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ. നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട പേരിലെ ഓരോ ലെറ്ററുകളും നമ്മൾ സിംഗിൾ കൊട്ടേഷനകത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. കോമ ഉപയോഗിച്ച് വേർതിരിക്കുന്നു. ഇപ്പോൾ ഒരു പേര് ഇവിടെ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് ഏത് പേരാണോ പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യേണ്ടത് ആ പേരിൻ്റെ ലെറ്ററുകളുടെ എണ്ണം എത്രയാണോ അത്രയും വലുപ്പത്തിലുള്ള ഒരു ക്യാരക്ടർ അറേ, സൈസുള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്ത പേര് അല്ലെങ്കിൽ ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്ത പേരിൻ്റെ ഓരോ ലെറ്ററുകളും കോമ ഉപയോഗിച്ച് വേർതിരിച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ തന്നിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് അല്ലെങ്കിൽ പേരിലെ ഇൻപുട്ടായി കൊടുക്കുന്ന പേരിലെ ഓരോ ലെറ്ററുകളെയും കോമ ഉപയോഗിച്ച് വേർതിരിച്ച് ഈ ക്യാരക്ടർ അറേ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇനി ഇവിടെ മറ്റൊരു രീതിയിൽ എങ്ങനെ മൈ നെയിം എന്ന അറേയെ നമുക്ക് അതിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം.
ഒന്നുകിൽ നമുക്കിങ്ങനെ മൈ നെയിം എന്ന അറേ ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതായത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട മൈ നെയിം എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട പേരിലെ ഓരോ ലെറ്ററുകളെയും ഓരോ ക്യാരക്ടറുകളെയും കോമ സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ സിംഗിൾ കൊട്ടേഷനിലിട്ട് കൊടുക്കാം. സിംഗിൾ കൊട്ടേഷനിലിട്ട് കൊടുക്കാൻ കാരണം ഒരു ക്യാരക്ടർ അറേയാണ്, അതിൽ സ്റ്റോർ ചെയ്യുന്നത് ഓരോ ക്യാരക്ടറുകളാണ്. ഓരോ മെമ്മറി ലൊക്കേഷനിൽ ഒരു ക്യാരക്ടറാണ് ഉണ്ടാവുക. അതിൽ മൈ നെയിം ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്യാരക്ടർ, പേരിലെ ഒന്നാമത്തെ ക്യാരക്ടർ. അപ്പോൾ അതിനെ സിംഗിൾ കൊട്ടേഷനിലിട്ട് കൊടുക്കണം. ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്, ക്യാരക്ടർ ലിറ്ററലുകളുടെ ഒരു കളക്ഷനാണ് ഒരു ക്യാരക്ടർ അറേ. അപ്പോൾ ഒരു ക്യാരക്ടർ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്യാരക്ടർ ഇൻ സിംഗിൾ കൊട്ടേഷൻ. സിംഗിൾ കൊട്ടേഷനകത്ത് ഒരു ക്യാരക്ടർ വരുന്നതാണ് ഒരു ക്യാരക്ടർ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ ലിറ്ററൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ അങ്ങനെ കുറേ ക്യാരക്ടറുകളെ 6 ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ സൈസ് 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിംഗിൾ കൊട്ടേഷനകത്ത് കോമ സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ, ക്യാരക്ടർ അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ക്യാരക്ടർ അറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഒരു പേരോ മറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ക്യാരക്ടർ അറേ ഉപയോഗിക്കുമ്പോൾ അതിൽ ആ പേരിനെ എങ്ങനെ നമുക്ക് അറേയിലേക്ക് സ്റ്റോർ ചെയ്യാം, ആ പേരിലെ ഓരോ ലെറ്ററുകളെയും സിംഗിൾ കൊട്ടേഷനകത്ത് കോമ ഉപയോഗിച്ച് വേർതിരിച്ച് ഇങ്ങനെ ഒരു അറേയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു രീതിയിൽ ഇതേ അറേയിലേക്ക് നമുക്കൊരു പേരെങ്ങനെ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാം, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇൻപുട്ടായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഫോർ ലൂപ്പിനകത്ത് ഇതുപോലെ അറേയുടെ നമുക്ക് എത്ര ലെറ്ററുകളാണോ ഉള്ള പേരാണോ, എത്ര അക്ഷരങ്ങളുള്ള പേരാണോ അതിനനുസരിച്ച് അത്രയും ഐയുടെ വാല്യൂ അത്ര തവണ ഐറ്ററേറ്റ് ചെയ്യുന്നൊരു ഫോർ ലൂപ്പോ മറ്റ് ലൂപ്പുകളോ ഉപയോഗിക്കുക. ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ലൂപ്പിൻ്റെ ഓരോ ഐറ്ററേഷനിലും പിന്നെ മൈ നെയിം എന്ന അറേയുടെ ഓരോ ഇൻഡെക്സിലും ഈ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ട വാരിയബിൾ പേരിൻ്റെ ഓരോ ലെറ്ററുകളായിട്ട് ഇൻപുട്ട് ചെയ്യുന്നു 1 by 1. ഇവിടെ ഈ ഇങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മളൊരു അറേയിലേക്ക് ഒരു ക്യാരക്ടർ അറേയിലേക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻപുട്ട് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം ക്യാരക്ടർ അറേ, either you can initialize the character array with the characters in the input string, okay, in single quotation, with each character in single quotation separated by comma. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ഒരു ഫോർ ലൂപ്പിനകത്ത് എത്ര ലെറ്ററുകളാണോ ഉള്ള പേരാണോ അല്ലെങ്കിൽ എത്ര ക്യാരക്ടറുകളുള്ള പേരാണോ അത്രയും തവണ ഇറ്ററേറ്റ് ചെയ്യുന്ന വിധത്തിൽ ലൂപ്പ് കണ്ടീഷൻ ഉണ്ടാക്കി, ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാക്കി, അങ്ങനെ ഒരു ഫോർ ലൂപ്പോ മറ്റോ കൊടുത്ത് ആ ഫോർ ലൂപ്പിൽ വെച്ച് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഓരോ ക്യാരക്ടറും തന്നിരിക്കുന്നതല്ല, നമുക്ക് പ്രോഗ്രാമിലേക്ക് ഇൻപുട്ട് എൻ്റർ ചെയ്യേണ്ട പേരിലെ ഓരോ ക്യാരക്ടറിനെയും 1 by 1 ആയി ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ളൊരു ഇപ്പോൾ നികേത് എന്ന പേര് ഇങ്ങനെ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിന് മൊത്തത്തിൽ 6 ഐറ്ററേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഐറ്ററേഷൻ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ മൈ നെയിം ഓഫ് 0 ഇൻപുട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ലെറ്റർ നിങ്ങൾക്ക് നികേത് എന്ന പേരാണ് അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, മൈ നെയിം എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മൈ നെയിം ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ ഫസ്റ്റ് ഐറ്ററേഷൻ, ഈ ഫോർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ ഐറ്ററേഷൻ, അതായത് ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ മൈ നെയിം ഓഫ് 0യിലേക്ക് നിങ്ങൾ n എന്ന വാല്യൂ, ദാറ്റ് ഈസ് n എന്ന ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളോട് ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ നിങ്ങൾ ഒരു ഇൻപുട്ട് ക്യാരക്ടർ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പറയും. ദാറ്റ് ഈസ് നിങ്ങൾ n എന്ന് കൊടുക്കുക, നിങ്ങളുടെ പേരിലെ ആദ്യത്തെ അക്ഷരം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരാണെങ്കിൽ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ ലെറ്റർ. അതിനുശേഷം എൻ്റർ കീയോ സ്പേസ് കീയോ ടാബ് കീയോ അടിച്ച് നിങ്ങളുടെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം അല്ലെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതായത് ലൂപ്പിൻ്റെ സെക്കൻഡ് ഐറ്ററേഷൻ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഇൻപുട്ട് ചെയ്യുക. അത് അറേയുടെ രണ്ടാമത്തെ എലമെൻ്റായിട്ട്, അതായത് 1 എന്ന ഇൻഡെക്സിലുള്ള എലമെൻ്റായിട്ട് സ്റ്റോർ ആവും. അപ്പോൾ ഇങ്ങനെ 6 ഐറ്ററേഷൻ കഴിയുമ്പോഴത്തേക്ക് 6 ക്യാരക്ടറുകളും ഈ അറേയിൽ മൊത്തം പേരും, അതായത് പേരിൽ 6 ലെറ്ററുകളുണ്ട്. ഒന്നാമത്തെ ഐറ്ററേഷനിൽ n മൈ നെയിം ഓഫ് 0യിലേക്ക് n സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ ഐറ്ററേഷൻ അതായത് ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ഐ എന്നുള്ളത് മൈ നെയിം ഓഫ് 1ലേക്ക് ഐ സ്റ്റോർ ചെയ്യുന്നു. അടുത്ത് ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ മൈ നെയിം ഓഫ് 2, അതായത് മൂന്നാമത്തെ അറേ ലൊക്കേഷനിൽ അറേ എലമെൻ്റായിട്ട് കെ സ്റ്റോർ ചെയ്യുന്നു. പിന്നെ നാലാമത്തെ അറേ എലമെൻ്റായിട്ട് 0 1 2 3, ദാറ്റ് ഈസ്
മൈ നെയിം ഓഫ് 3 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. മൈ നെയിം ഓഫ് 4 ആയിട്ട് ടിയും മൈ നെയിം ഓഫ് 5 ആയിട്ട് ആറാമത്തെ ഇറ്ററേഷൻ ദാറ്റ് ഈസ് ഐയുടെ വാല്യൂ 5 എന്നാകുമ്പോൾ മൈ നെയിം ഓഫ് 5 ആയിട്ട് എച്ചും സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ മൊത്തം ഈ ലൂപ്പ് 5 ഐറ്ററേഷൻ ഉണ്ടായിരിക്കും. ആ 5 ഐറ്ററേഷൻ കഴിയുമ്പോൾ ഓരോ ഐറ്ററേഷനിലും ഓരോ മൈ നെയിം എന്ന അറയിലെ ഓരോ ഇൻഡെക്സിലും സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മുതൽ അറയുടെ അവസാനത്തെ ഇൻഡെക്സ് വരെ ഓരോ ലൊക്കേഷനിലും ഓരോരോ ക്യാരക്ടറുകൾ വീതം നമ്മൾ ഓരോ എൻ്റർ ചെയ്യുന്ന ഓരോ ഇൻപുട്ടും ഓരോ ഇറ്ററേഷനിൽ എൻ്റർ ചെയ്യുന്ന ഇൻപുട്ട് അതാത് അറേ ഇൻഡെക്സിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന ഒരു ലെറ്റർ ഇപ്രകാരം നമ്മളൊരു ക്യാരക്ടർ ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് ഫോർ ലൂപ്പോ മറ്റോ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഒരു ക്യാരക്ടർ അറേയിലേക്ക് ഒരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ഒരു പേരോ അഡ്രസ്സോ ഒരു ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് കൊടുത്താൽ 1 by 1 ആയിട്ട് കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ക്യാരക്ടറും ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ്, അപ്പോൾ ഒരു വലിയ പേര് ഒരു 10 or 20 അക്ഷരങ്ങളുള്ള പേര് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ അക്ഷരം ഇൻപുട്ട് ചെയ്ത് ഒരു എൻ്റർ കീ പ്രസ് ചെയ്ത് രണ്ടാമത്തെ അല്ലെങ്കിൽ സ്പേസോ ടാബോ അടിച്ച് രണ്ടാമത്തെ അക്ഷരം പേരിൽ രണ്ടാമത്തെ അക്ഷരം അടിക്കണം. അങ്ങനെ ഓരോ ലെറ്ററും അടിച്ച് എൻ്റർ കീയോ അല്ലെങ്കിൽ സ്പേസോ ടാബ് കീയോ അടിച്ചതിന് ശേഷം അടുത്ത ലെറ്റർ. അപ്പോൾ അങ്ങനെ വലിയ പേരുകളൊക്കെ ആണെങ്കിൽ 20 അക്ഷരങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ 20 ലെറ്ററുകളൊക്കെ ഉള്ള പേരാണെങ്കിൽ ഇങ്ങനെ ഫോർ ലൂപ്പ് വെച്ച് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പേര് ഇൻപുട്ട് ചെയ്യുന്ന എഫക്റ്റ് കിട്ടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. ഇത്തരത്തിൽ നമ്മളൊരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് ഒരു സ്ട്രിങ്ങിനെ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ സാധാരണ രീതിയിൽ ക്യാരക്ടർ അറേ ഉപയോഗിക്കുന്ന രീതിയിൽ മറ്ററേകൾ അതായത് ഇൻറ്റിജർ അറേ ഫ്ലോട്ട് അറേ ഉപയോഗിക്കുന്ന രീതിയിൽ ഇനീഷ്യലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഫോർ ലൂപ്പിനകത്ത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഓരോ അറേ എലമെൻറ്റിനെയും സ്റ്റോർ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് പ്രത്യേകിച്ചും വലിയ പേരുകൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 6 ലെറ്ററുള്ള ഒരു പേരാണ് നികേത്. അപ്പോൾ നികേത് എന്ന ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് മൈ നെയിം എന്ന അറയിലേക്ക് മൈ അണ്ടർസ്കോർ നെയിം എന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്രകാരമായിരിക്കും മൈ നെയിം എന്ന അറയുടെ ലൊക്കേഷൻ. അതായത് ലൂപ്പിൻ്റെ ഫസ്റ്റ് ഐറ്ററേഷനിൽ ദാറ്റ് ഈസ് I0 ആകുമ്പോൾ മൈ നെയിം ഓഫ് 0 എന്ന് പറയുന്നത് മൈ നെയിം എന്ന അറയുടെ ഇതാണ്. ഒരു ബൈറ്റ് വീതമുള്ള 10 ലൊക്കേഷനുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ 10 ബോക്സുകൾ അല്ലെങ്കിൽ 10 മെമ്മറി ലൊക്കേഷൻ. ഓരോ മെമ്മറി ലൊക്കേഷൻ്റെയും ഇത്തരത്തിലുള്ള ഓരോ മെമ്മറി ലൊക്കേഷൻ്റെയും സൈസ് 1 ബൈറ്റാണ്. അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന 10 മെമ്മറി ലൊക്കേഷനുകൾ 1 ബൈറ്റ് വീതമുള്ള 10 മെമ്മറി ലൊക്കേഷനുകൾ കിടക്കുന്ന 10 ബൈറ്റ് മെമ്മറി. ആ മെമ്മറിയുടെ പേരാണ് മൈ അണ്ടർസ്കോർ നെയിം. ഈ മൈ അണ്ടർസ്കോർ നെയിമിൽ മൈ നെയിം ഓഫ് 0 മൈ അണ്ടർസ്കോർ നെയിം ഓഫ് 0യിൽ ഒന്നാമത് നമ്മൾ ഈ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ ഫോർ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ I0 ആകുമ്പോൾ ലൂപ്പിൻ്റെ ഫസ്റ്റ് ഐറ്ററേഷൻ മൈ നെയിം ഓഫ് 0യിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇൻപുട്ട് ദാറ്റ് ഈസ് പേരിൻ്റെ ആദ്യത്തെ അക്ഷരം സ്റ്റോർ ചെയ്യുന്നു. അറയിൽ ഒന്നാമത്തെ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീണ്ടും ലൂപ്പ് രണ്ടാമത് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ അറയുടെ സെക്കൻഡ് എലമെൻ്റായിട്ട് അതായത് ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് 0 ഇൻഡെക്സിൽ സെക്കൻഡ് ഐറ്ററേഷനിൽ അറയുടെ സെക്കൻഡ് എലമെൻറ്റ് സ്റ്റോർ ചെയ്യും. തേർഡ് ഐറ്ററേഷൻ ലൂപ്പിൻ്റെ തേർഡ് ഐറ്ററേഷനിൽ അറയിൽ തേർഡ് എലമെൻറ്റ് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് തേർഡ് എലമെൻറ്റായിട്ട് സ്റ്റോർ ചെയ്യും. ലൂപ്പിൻ്റെ 4ാമത്തെ ഐറ്ററേഷനിൽ ഫോർ ലൂപ്പിൻ്റെ 4ാമത്തെ ഐറ്ററേഷനിൽ ഈ ലൂപ്പിൻ്റെ 4ാമത്തെ ഐറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ഓക്കെ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ മൈ നെയിം ഓഫ് ഐ എന്ന് പറഞ്ഞാൽ മൈ നെയിം ഓഫ് 3യിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുന്ന ലെറ്റർ സ്റ്റോർ ചെയ്യും. അതാണ് അപ്പോൾ അതായത് 4ാമത്തെ ലെറ്റർ. ഇങ്ങനെ ഏത് പേരും നമുക്ക് ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാം. പക്ഷേ ഇപ്രകാരം ക്യാരക്ടർ അറേ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. അതാണ് ഇവിടെ കാരണം നമ്മൾ ഏതൊരു പേരോ അഡ്രസ്സോ ഇപ്രകാരം നമ്മൾ ഒരു ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിനകത്തൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു പേര് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യാരക്ടർ അറേ ഉപയോഗിക്കാം. കാരണം ഒരു ക്യാരക്ടർ അറേക്ക് ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു പേരിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറുകൾ ഉള്ളതാണ് ഓരോ പേരും. പക്ഷേ ക്യാരക്ടർ അറേ നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സാധാരണ മറ്ററേകൾ ഇൻറ്റിജർ അറേ ഫ്ലോട്ട് അറേ ഉപയോഗിക്കുന്ന പോലെ ഒരു പേര് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ അറേ
ഫോർ ലൂപ്പിനകത്ത് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇൻറ്റീജർ അറേയിലും ഫ്ലോട്ട് അറേ, ഡബിൾ അറേ തുടങ്ങിയ അറേകളൊക്കെ നമുക്കിതുപോലെ ആ അറേയിലേക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആ അറേ റീഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അങ്ങനെ അറേ ട്രാവേഴ്സ് നമ്മൾ ഫോർ ലൂപ്പോ മറ്റ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സോ ഉപയോഗിക്കും. പക്ഷേ ഒരു ക്യാരക്ടർ അറേയുടെ കേസ് ഒരു ചെറിയ പ്രശ്നം, ഒരു പേരാണ് ഒരു കൂട്ടം ലെറ്ററുകൾ, അതായത് ഒരു പേരോ ഒരു വാക്കോ ആണ് ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ മറ്ററേകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അതിലേക്ക് ഇൻപുട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ, ആ അറേയിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ പേര് എൻ്റർ ചെയ്യുമ്പോഴോ ഒരു വാക്കോ പേരോ അങ്ങനെ അല്ലെങ്കിൽ അഡ്രസ്സ് തുടങ്ങിയ ഡാറ്റകൾ എൻ്റർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. നമുക്ക് എൻ്റർ ചെയ്യേണ്ട ഒരു വലിയ അഡ്രസ്സാണ്. അപ്പോൾ അതിൽ വീട്ടുപേര്, പിന്നെ സ്ഥലം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടുപേര് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുപേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഫസ്റ്റ് ലെറ്റർ ഒന്നാമത്തെ ഇറ്ററേഷനിൽ ടൈപ്പ് ചെയ്യണം. പിന്നെ എൻ്റർ കീയോ സ്പേസോ ടാബോ അടിച്ച് രണ്ടാമത്തെ അക്ഷരം, വീട്ടുപേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം, വീടിൻ്റെ പേരിലുള്ള രണ്ടാമത്തെ ലെറ്റർ, അങ്ങനെ മൂന്നാമത്തെ ലെറ്റർ. അപ്പോൾ വലിയ വീട്ടുപേരാണെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും, അതൊരു ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലല്ല ക്യാരക്ടർ അറേകൾ ഇവിടെ നമ്മൾ സ്ട്രിങ് ഡാറ്റ ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് പറയുന്നത്. സാധാരണ ക്യാരക്ടറിൻ്റെ അറേകളിൽ ഒരു കൂട്ടം ക്യാരക്ടറുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ക്യാരക്ടർ അറേക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു ക്യാരക്ടർ അറേക്ക് മറ്റ് C++ലെ മറ്റ് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ അറേ എന്നിവയെ അപേക്ഷിച്ച് അവയ്ക്ക് മുകളിൽ അതിന് ചില പ്രിവിലേജസ് ഉണ്ട്. ഓക്കെ, മറ്റ് അറേകളിൽ നിന്ന് വ്യത്യസ്തമായി C++ലെ ഒരു ക്യാരക്ടർ അറേക്ക് ഇറ്റ് ക്യാൻ സ്റ്റോർ എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഒന്നുകിൽ ഒരു കൂട്ടം ക്യാരക്ടറുകളെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിനൊരു ഓർഡിനറി ഒരു സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രിങ് വാരിയബിളായിട്ട് ആക്ട് ചെയ്യാൻ, അത്തരത്തിൽ പ്രവർത്തിക്കാൻ ഒരു C++ൽ ഒരു ക്യാരക്ടർ അറേക്ക് കഴിവുണ്ട്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു C++ പ്രോഗ്രാമിൽ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്താൽ ആ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കൂട്ടം ക്യാരക്ടറുകളോ അല്ലെങ്കിൽ ഒരു പേരോ ഒരു വാക്കോ അതിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, so once we declare a character array, the array name can be considered as an ordinary variable that can hold string data. ഇതാണ് C++ലെ ക്യാരക്ടർ അറേകൾക്ക് മറ്റ് അറേകളുടെ മുകളിലുള്ളൊരു ഗുണം എന്ന് പറയുന്നത്. C++ലെ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് നമുക്ക് വാക്കുകൾ, പേരുകൾ, സ്ഥലപ്പേരുകൾ, വിഷയങ്ങളുടെ പേരുകൾ, സബ്ജക്റ്റ് നെയിംസ് എന്നിവ ഇത്തരത്തിലുള്ള സ്ട്രിങ് ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ഡാറ്റ ടൈപ്പാണ് ക്യാരക്ടർ അറേ. ഒരു അറേയാണ് ക്യാരക്ടർ അറേ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു സ്ട്രിങ് എന്ന് പറയുന്നൊരു ഡാറ്റ ടൈപ്പ് മറ്റ് ലാംഗ്വേജുകളുണ്ടെങ്കിലും സ്ട്രിങ് ഡാറ്റ, അതായത് ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കൊട്ടേഷനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകളെ സ്റ്റോർ ചെയ്യാൻ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ സ്ട്രിങ് എന്ന് പറയുന്ന മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ്. പക്ഷേ ഇവിടെ C++ൽ അങ്ങനെ ഒരു ഡാറ്റ ടൈപ്പ് ഇല്ല. അതിന് പകരം നമുക്ക് ക്യാരക്ടർ അറേ ഉപയോഗിക്കാം. എവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം, ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ലെറ്ററുകൾ വരുന്ന ഒരു ഡാറ്റ, അതായത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, സ്ഥലപ്പേര്, അങ്ങനെയുള്ള വീട്ടുപേര് തുടങ്ങിയ സബ്ജക്റ്റ് നെയിം, അത്തരത്തിലുള്ള ഡാറ്റകൾ ഒരു സ്ട്രിങ് ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് C++ൽ ക്യാരക്ടർ അറേ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേര് C++ൽ എൻ്റർ ചെയ്യാൻ ഇങ്ങനെ പേരിലെ ഓരോ അക്ഷരത്തെയും ഒരു ഫോർ ലൂപ്പിലിട്ടിട്ട് ഫോർ ലൂപ്പിനകത്ത് പിന്നെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഓരോ പേരിലെ ഓരോ അക്ഷരങ്ങളും ഒന്നിന് പുറകെ ഒന്നായി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഒരൊറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഫോർ ലൂപ്പ് ഇല്ലാതെ നേരിട്ട് മൈ നെയിം, ആ അറേയുടെ പേര് കൊടുക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതി. ഇപ്പോൾ നിങ്ങളൊരു പേരാണ് അല്ലെങ്കിൽ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നെയിം, കൊമേഴ്സ്, അക്കൗണ്ടൻസി, അങ്ങനെ അത്തരത്തിലുള്ള വാക്കുകളാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ പേരുകൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ക്യാരക്ടർ അറേയുടെ പേര് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഒരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ക്യാരക്ടറുകളെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു പേര് എന്ന് പറയുമ്പോൾ അതിലെ ക്യാരക്ടറുകൾ തമ്മിൽ ബന്ധമുണ്ട്. ഒരു വിഷയം എന്ന് പറയുമ്പോൾ ആ വിഷയത്തിലെ
ഒരു കൂട്ടം ക്യാരക്ടറുകൾ തമ്മിൽ അടുത്തടുത്ത് കിടക്കുന്നു. പക്ഷേ സാധാരണ ക്യാരക്ടർ അറേ അതല്ലാത്തൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സും സ്റ്റോർ ചെയ്യുന്നതിന് ക്യാരക്ടർ അറേ ഉപയോഗിക്കുമ്പോഴും ഒരു പേരോ വാക്കോ സ്റ്റോർ ചെയ്യുമ്പോൾ ക്യാരക്ടർ അറേ ഉപയോഗിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ സാധാരണ ഒരു ക്യാരക്ടർ അറേയിലെ നമ്മളൊരു കൂട്ടം ക്യാരക്ടറുകളായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഒരു ബന്ധവുമില്ലാത്തൊരു കൂട്ടം ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫോർ ലൂപ്പോ അല്ലെങ്കിൽ സാധാരണ അറേ ഇനീഷ്യലൈസേഷനോ ഉപയോഗിച്ച് നമ്മളതിലെ ഓരോ ക്യാരക്ടറുകളെയും നമുക്ക് സൂക്ഷിക്കേണ്ട, ഇൻപുട്ട് ചെയ്യേണ്ട ഓരോ ക്യാരക്ടറിനെയും 1 by 1 ആയിട്ട് എൻ്റർ കീയോ സ്പേസ് കീയോ പ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടി വരും. എന്നാൽ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു പേര്, നെയിം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അതൊക്കെ ആകുമ്പോൾ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ലെറ്ററുകളാണ്. അങ്ങനെയുള്ള സ്ട്രിങ് ഡാറ്റകൾ അതിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സ്ട്രിങ് ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകളെ, ഒരു പേരിനെയോ മറ്റോ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകൾ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ പേര്, അതിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ട്രിങ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ക്യാരക്ടർ അറേ ഉപയോഗിക്കുമ്പോൾ ഇപ്രകാരം ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതിയാകും. ദാറ്റ് ഈസ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മൈനെ. ഇങ്ങനെ പറയുന്നതോടുകൂടി നമ്മൾ ക്യാരക്ടർ വഴി, നമ്മൾ കീബോർഡ് വഴി കൊടുക്കുന്ന പേരുകളുടെ, നിങ്ങളുടെ പേരാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരവും എല്ലാം കൂടെ, ഓരോ അക്ഷരങ്ങളും 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേര് ഒറ്റയടിക്ക് ടൈപ്പ് ചെയ്യുക. സെയിം മൈന് ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം, രണ്ടും my_name എന്ന അറേയിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഇൻപുട്ടായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ my_name എന്ന അറേയിലേക്ക് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഓരോ ക്യാരക്ടറും എൻ്റർ കീയോ സ്പേസ് കീയോ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം 1 by 1 ആയിട്ട് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ ഇവിടെ അതേ ക്യാരക്ടർ അറേയിലേക്ക് ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് ലൂപ്പ് ഉപയോഗിക്കാതെ തവണകളായി അല്ലാതെ ഒറ്റ തവണ തന്നെ ഒരു പേര് ഒറ്റയടിക്ക് ഈ അറേയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ക്യാരക്ടർ അറേയുടെ 2 തരത്തിലുള്ള ഉപയോഗങ്ങൾ. ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ക്യാരക്ടർ അറേ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ അതല്ല, ഒരു കൂട്ടം ക്യാരക്ടറുകളാണ്, ഒരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ക്യാരക്ടറുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇനീഷ്യലൈസേഷൻ വഴി ഇങ്ങനെയോ ആണ് അതിൽ ഓരോ ലെറ്ററുകളും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറുകളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യണം. എന്നാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഒരൊറ്റ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അറേനെയും മാത്രം കൊടുക്കുക. ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അതിൽ അറേനെയും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻ്റർ ചെയ്യുന്ന പേരെന്ന് പറയുമ്പോൾ പേരിലുള്ള എല്ലാ അക്ഷരങ്ങളും അടുപ്പിച്ചാണ് ടൈപ്പ് ചെയ്യുക. അല്ലാതെ സ്പേസോ എൻ്റർ കീ ഉപയോഗിച്ചല്ല ടൈപ്പ് ചെയ്യുക. ഒരു സ്പേസിൽ പേരിലുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു അക്ഷരം എൻ്റർ ചെയ്തതിന് ശേഷം സ്പേസ് അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഈ പേരിലുള്ള ഓരോ my_name എന്ന അറേക്കിപ്പോൾ ഏത് ഒരു പേര്, ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സോ ഒക്കെ ഇതിലേക്ക് നമുക്ക് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിലെ ഓരോ ക്യാരക്ടറുകളും ഒന്നിന് പുറകെ ഒന്നായി സ്പേസോ എൻ്റർ കീയോ അടിച്ച് എൻ്റർ ചെയ്യേണ്ടതില്ല, ടൈപ്പ് ചെയ്യേണ്ടതില്ല. കാരണം ഇപ്പോൾ ഈ ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ഡാറ്റയെ, ഒരു കൂട്ടം ക്യാരക്ടറുകളെ ഒറ്റ ഡാറ്റയായി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു വേരിയബിളായിട്ട്, ദാറ്റ് ഈസ് ഒരു സ്ട്രിങ് വാരിയബിളിന് തുല്യമാണ് ഈ ക്യാരക്ടർ അറേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്ട്രിങ് വാരിയബിളിന് പകരമായിട്ടാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രോഗ്രാം, ഒരു സ്ട്രിങ് ഇൻപുട്ടായി എടുത്ത് അതിൻ്റെ കൂടെ ഹലോ എന്ന് കാണിക്കും. നിങ്ങളുടെ പേര് ഇൻപുട്ടായി എടുക്കാനും ആ പേരിൻ്റെ കൂടെ ഹലോ, നിങ്ങളുടെ പേര് ഹലോ എന്ന് നിങ്ങളുടെ പേരിന് മുൻപായി എഴുതി കാണിക്കാനുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളുടെ പേര് ആണ് ഇൻപുട്ട്. പേരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ക്യാരക്ടറുകളാണ്, ലെറ്ററുകളാണ്. ആ പേര് സൂക്ഷിക്കുന്നതിന് my_name എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേയുടെ സൈസ് 10 ആണ്. പരമാവധി 10 അക്ഷരങ്ങളുള്ള പേരുകളോ വാക്കുകളോ മാത്രമേ ഈ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ യുവർ നെയിം, പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് കാണിക്കും. നിങ്ങളുടെ പേര്, ഫോർ എക്സാമ്പിൾ നികേത് എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ എൻ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ NIKETH എന്ന് അടുപ്പിച്ച് ടൈപ്പ് ചെയ്യും ഒറ്റയടിക്ക്. ആ ടൈപ്പ് ചെയ്തത് മുഴുവൻ, അത് നികേത് എന്ന സ്ട്രിങ്
മൈ നെയിം എന്ന് പറയുന്ന അറേയിൽ ഇങ്ങനെ സ്റ്റോർ ആകും. ഇനി ഇത് ഇങ്ങനെ ഇപ്രകാരം ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു പേരോ ഒരു വാക്കോ സ്റ്റോർ ചെയ്യുന്നതും സാധാരണ ഒരു ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സാധാരണ രീതിയിൽ അതിനൊരു കൂട്ടം ക്യാരക്ടറുകൾ ഏതെങ്കിലും ഒരു കൂട്ടം ക്യാരക്ടർ സ്റ്റോർ ചെയ്യുമ്പോഴും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. അതാണ് ഇനി പറയുന്നത് മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്സ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കൊരു ക്യാരക്ടർ അറേ ഉപയോഗിക്കാം. ഒന്നുകിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പേരിൻ്റെയോ അഡ്രസ്സിൻ്റെയോ ഭാഗമായിട്ടുള്ള പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതായത് സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ, അതിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ് ഡാറ്റയാണ് ഒരു പേരോ അത്തരത്തിലുള്ള പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ, ഒരു പേരിനെ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകൾ, അക്കൗണ്ടൻസി, കൊമേഴ്സ്, അങ്ങനെയുള്ള സ്ട്രിങ് ഡാറ്റകളാണ് ഒരു ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ക്യാരക്ടർ അറേക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ ക്യാരക്ടർ അറേക്ക് കൊടുക്കുന്ന അത്രയും ബൈറ്റ് അല്ല, ഒരു ബൈറ്റ് മെമ്മറി എക്സ്ട്രാ വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിക്കേത് എന്ന സ്ട്രിങ് സെപ്പറേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്യാരക്ടർ അറേ മൈ നെയിം എന്ന് പറയുന്ന മൈ അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ ക്യാരക്ടർ അറേയുടെ സൈസ് 6 മതി. 6 മതി, 10 ആവശ്യമില്ല, 6 മതി. കാരണം നിക്കേതിൽ 6 ലെറ്ററുകളാണുള്ളത്. നിക്കേത് എന്ന പേരിൽ 6 ലെറ്ററുകളാണുള്ളത്. അപ്പോൾ ആ സൈസ് 6 ആയിട്ടുള്ളൊരു ക്യാരക്ടർ അറേ മതി. എന്നാൽ നമ്മൾ നിക്കേത് എന്ന പേര് എന്ന പേരാണ്, നിക്കേത് എന്ന 6 ലെറ്ററുകളല്ല, നിക്കേത് എന്ന പേര് ആണ് ക്യാരക്ടർ അറേ മൈ അണ്ടർസ്കോർ നെയിം എന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ മൈ അണ്ടർസ്കോർ നെയിം എന്ന അറേയുടെ മെമ്മറി അലോക്കേഷൻ ഇപ്രകാരമായിരിക്കും. അതായത് മൈ നെയിം എന്ന് പറയുന്ന അറേക്ക് 7 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ക്യാരക്ടർ അറേയിൽ ഒരു സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ പരസ്പര ബന്ധമുള്ള ഒരു പേരിനെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെയോ അങ്ങനെ എന്തിൻ്റെങ്കിലും ഒരു ലേബൽ, അത്തരത്തിലുള്ളൊരു സ്ട്രിങ് ഡാറ്റയാണ് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ when we store a string data in a character array, സ്ട്രിങ് എന്ന് പറയുമ്പോൾ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ, ഒരു പേരിനെയോ അല്ലെങ്കിൽ വിഷയത്തിൻ്റെ പേരിനെയോ സ്ഥലപ്പേരോ ഒക്കെ സൂചിപ്പിക്കുന്ന, അഡ്രസ്സിനെയൊക്കെ സൂചിപ്പിക്കുന്ന പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകളെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വെറുതെയുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകളല്ലാതെ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ, ദാറ്റ് ഈസ് ഒരു പേര്, വിഷയം, അങ്ങനെയുള്ള സ്ട്രിങ് ഡാറ്റയാണ്, അങ്ങനെ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകളെയാണ് ഒരു സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രിങ് ആണ് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ക്യാരക്ടർ അറേക്ക് സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടറുകളുണ്ടോ +1 ബൈറ്റ് ഫോർ ദി നൾ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ക്യാരക്ടർ അറേയുടെ അവസാനം /0 എന്ന് ചേർക്കപ്പെടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് വി ഇൻപുട്ട് എ സ്ട്രിങ് ഇൻ എ ക്യാരക്ടർ അറേ ദ സീൻ വിൽ ബി ഡിഫറെൻറ്റ്. ഇവിടെ നിക്കേത് എന്ന പേര് ഇൻപുട്ട് ചെയ്യാൻ സൂക്ഷിക്കുന്നതിന് വേണ്ടി മൈ അണ്ടർസ്കോർ നെയിം എന്ന് പറയുന്ന ഒരു അറേ ഉപയോഗിച്ചു. ഈ അറേയുടെ സൈസ് 7 ബൈറ്റ് ആയിരിക്കും. അതായത് നിക്കേത് എന്ന പേരാണ് നൾ ക്യാരക്ടർ /0 നമ്മൾ C++ൽ നൾ ക്യാരക്ടർ, ഒരു സ്ട്രിങ്ങിൻ്റെ അവസാനം സൂചിപ്പിക്കുന്ന, ഒരു പേരിൻ്റെ അവസാനം സൂചിപ്പിക്കുന്ന ഒരു സ്പെഷ്യൽ ലെറ്ററാണ്, സ്പെഷ്യൽ ക്യാരക്ടറാണ്. ദിസ് ഈസ് കോൾഡ് നൾ ക്യാരക്ടർ ആൻഡ് ഇറ്റ് is always stored at the end of the string. It is used as a string terminator and added at the end automatically. അങ്ങനെ നമ്മളൊരു ക്യാരക്ടർ അറേയിലേക്ക് ഒരു സ്ട്രിങ്, ഒരു പേരോ അഡ്രസ്സോ അത്തരത്തിൽ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ലെറ്ററുകൾ, ക്യാരക്ടറുകൾ, ഒരു പേരിൻ്റെയോ ഒരു വിഷയത്തിൻ്റെയോ വിഷയത്തെ സൂചിപ്പിക്കുന്ന ഒരു കൂട്ടം ക്യാരക്ടറുകൾ, പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ, ഒരു സ്ട്രിങ് ആണ് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ക്യാരക്ടർ അറേയുടെ അവസാനം ഒരു /0 C++ ചേർക്കും. ആ /0 ആ സ്ട്രിങ്ങിൻ്റെ അവസാനം കാണിക്കുന്നതിന് വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ എപ്പോഴെല്ലാം നമ്മൾ ഒരു സ്ട്രിങ് ഡാറ്റ ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു അപ്പോഴെല്ലാം ആ ക്യാരക്ടർ അറേയുടെ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രിങ്ങിലുള്ള ക്യാരക്ടറുകളുടെ എണ്ണം +1 ബൈറ്റ് ഫോർ /0, ദാറ്റ് ഈസ് നൾ ക്യാരക്ടർ. So in C++ നമ്മൾ ഒരു സ്ട്രിങ് ഡാറ്റ ഒരു ക്യാരക്ടർ അറേയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ഉപയോഗിച്ച് ക്യാരക്ടർ അറേ ഉപയോഗിച്ച് സ്ട്രിങ് ഡാറ്റ, പേര്, അഡ്രസ്സ് തുടങ്ങിയ സ്ട്രിങ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുമ്പോൾ, വാക്കുകളൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാരക്ടർ
അറേയിലെ അവസാനത്തെ എലമെൻ്റായിട്ട് /0 ദാറ്റ് ഈസ് നൾ ക്യാരക്ടർ എന്നാണ് /0ക്ക് പറയുക. ഓട്ടോമാറ്റിക്കലി C++ എല്ലാ ക്യാരക്ടർ അറേയിലും ആഡ് ചെയ്യും. സോ എങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ക്യാരക്ടറുകളാണ് ഒരു ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഒരു പേരോ അല്ല ഏതെങ്കിലും ഒരു കൂട്ടം സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു 10 ലെറ്ററുകൾ 7 ലെറ്ററുകളാണെങ്കിൽ ഇങ്ങനെ /0 ആഡ് ആവില്ല. നേരെ മറിച്ച് ആ ക്യാരക്ടർ അറേയിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് അങ്ങനെ പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ലെറ്ററുകൾ ക്യാരക്ടറുകളാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഇഫ് വി സ്റ്റോർ എ സ്ട്രിങ് ഡാറ്റ ഇൻ ടു an array, a character array, then a /0 will be added at the end of the array, and that /0 is the string terminator and it is called a null character. ഇത് പ്രത്യേകം ഓർക്കണം, വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നമ്മൾ C++ൽ ഒരു ക്യാരക്ടർ അറേയിൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ സ്ട്രിങ്ങിൻ്റെ അവസാനം, അതായത് ക്യാരക്ടർ അറേയിലെ അവസാനത്തെ ലൊക്കേഷനിൽ ഒരു /0 ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ മൈ നെയിം എന്ന അറേയുടെ സൈസ് 10 ആയിരുന്നു. മൈ നെയിം എന്ന് പറയുന്ന അറേയുടെ സൈസ്, my_name എന്ന് പറയുന്ന അറേയുടെ സൈസ് 10. അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന ഒരു ബൈറ്റ് വീതമുള്ള സൈസുള്ള 10 മെമ്മറി ലൊക്കേഷനുകളാണ് മൈ നെയിം എന്ന് പറയുന്ന അറേ. മൈ നെയിം എന്ന അറേയുടെ ഇതിലേക്ക് നമ്മൾ നികേത് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, നികേത് എന്നൊരു പേര് പരസ്പര ബന്ധമുള്ളൊരു കൂട്ടം ലെറ്ററുകൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. മൈ നെയിം എന്ന് പറയുന്ന അറേയുടെ ഒന്നാമത്തെ ലൊക്കേഷൻ, അത് 0 ഇൻഡെക്സിൽ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ധരിച്ചാൻ, പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരം നികേതിലെ രണ്ടാമത്തെ അക്ഷരം I, that will be stored in the second index or as a second element of the my_name array. ഇങ്ങനെ അഞ്ചാമത്തെ എലമെൻറ്റ്, നികേതിലെ അഞ്ചാമത്തെ എലമെൻറ്റ് അറേയുടെ, നികേതിലെ ആറാമത്തെ എലമെൻറ്റ്, നികേത് എന്ന പേരിലെ ആറാമത്തെ അക്ഷരം അറേയുടെ 5th എലമെൻറ്റ് ആയിട്ട്, 6th എലമെൻ്റ് ആയിട്ട്, അതായത് ഇൻഡെക്സ് 5ൽ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു /0 അറേയുടെ അവസാനത്തെ, അതായത് ലാസ്റ്റ് ലെറ്റർ കഴിഞ്ഞ് പേരിൻ്റെ അവസാനത്തെ അക്ഷരം സ്റ്റോർ ചെയ്യുന്നതിനുള്ള മെമ്മറി ലൊക്കേഷൻ, അറേ ലൊക്കേഷൻ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള അറേ ലൊക്കേഷനിൽ ഒരു /0 C++ നിർബന്ധപൂർവ്വം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതാണ് ഒരു അറേ ക്യാരക്ടർ അറേ ഉപയോഗിച്ച് C++ സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സോ ഇവിടെ നിങ്ങളോട് ഒരു ക്യാരക്ടർ അറേ തന്നിരിക്കുന്നു, അതിൽ ഒരു പേര് സ്റ്റോർ ചെയ്യണം. നികേത് എന്ന പേരാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ക്യാരക്ടർ അറേയുടെ സൈസ് 10 മൈ നെയിം എന്നാണ് ക്യാരക്ടർ അറേയുടെ സൈസ് 10. ഇങ്ങനെ 10 അടുത്തടുത്ത് എടുക്കുന്ന ഒരു ബൈറ്റ് വീതമാണ്. ഓരോ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഒരു സൈസ് ഒരു ബൈറ്റാണ്. അതിലൊരു ക്യാരക്ടർ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ കൊള്ളുന്ന അടുത്തടുത്ത് കിടക്കുന്ന ഒരു ബൈറ്റ് വീതം സൈസുള്ള 10 മെമ്മറി ലൊക്കേഷനുകളുടെ പേരാണ് മൈ നെയിം എന്നത്. അതാണ് അറേയുടെ മെമ്മറി ലൊക്കേഷൻ്റെ ഫോർമാറ്റ്. ഇതിൽ നമ്മൾ ഈ മൈ നെയിം എന്ന അറേയിൽ, my_name എന്നുള്ള അറേയിൽ നമ്മളിവിടെ നികേത് എന്ന പേരാണ് സൂക്ഷിക്കുന്നതെങ്കിൽ, ഒരാളുടെ പേരാണ് നികേത്. അപ്പോൾ നികേതിലെ 6 അക്ഷരങ്ങളുണ്ട് നികേത് എന്ന പേരിൽ. ഈ 6 അക്ഷരങ്ങൾ സൂക്ഷിക്കാൻ 6 ബൈറ്റ്, അതായത് അറേയുടെ ആദ്യത്തെ 6 ലൊക്കേഷനുകൾ 0 മുതൽ 5 വരെയുള്ള എടുക്കും. അതിനുശേഷം അറേയുടെ 6th ഇൻഡെക്സിൽ, അറേ ഇൻഡെക്സ് 6ൽ, അതായത് പേര് മുഴുവൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പേരിൻ്റെ അവസാനത്തെ ലെറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേ എലമെൻറ്റിൻ്റെ തൊട്ടടുത്ത ഇൻഡെക്സിലുള്ള എലമെൻ്റായിട്ട് ഒരു /0 ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യും. സോ ഇൻ C++, a /0 is automatically added at the end of every string. C++ൽ എല്ലാ സ്ട്രിങ്ങുകളുടെയും അവസാനം സൂചിപ്പിക്കുന്നത് /0 ഉപയോഗിച്ചാണ്. അപ്പോൾ എത്ര ബൈറ്റ് ക്യാരക്ടറുകളാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, എത്ര ലെറ്ററുകളുള്ള, നമ്മളെപ്പോഴും അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ക്യാരക്ടർ അറേ പേര് സ്ട്രിങ് ഹാൻഡ്ലിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ, സ്ട്രിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന C++ പ്രോഗ്രാം സ്ട്രിങ് ഇൻപുട്ടായിട്ട് എടുത്ത് സ്ട്രിങ് ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്ന, അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കാണുന്ന, അങ്ങനെയുള്ള സ്ട്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് C++ പ്രോഗ്രാം ചെയ്യുമ്പോഴും അവിടെ നമുക്ക് ഒരു ക്യാരക്ടർ അറേ ഉപയോഗിക്കാം, സ്ട്രിങ് സ്റ്റോർ ചെയ്യാം, ഇൻപുട്ട് സ്റ്റോർ ചെയ്യാം. ആ ക്യാരക്ടർ അറേയുടെ സൈസ് ശ്രദ്ധിക്കണം. സൈസ് നമ്മൾ അറേ ഉപയോഗിക്കണമെങ്കിൽ അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അറേയുടെ സൈസ് പറയണം. ഓക്കെ, അപ്പോൾ ആ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആണോ സൈസ്, എത്ര ലെറ്ററുകളുള്ള സ്ട്രിങ് ആണോ പ്ലസ് ഒരു ബൈറ്റ് അധികം. അപ്പോൾ ഇവിടെ എനിക്ക് 6 ലെറ്ററുള്ള 6 അക്ഷരങ്ങളുള്ള ഒരു പേരാണെങ്കിൽ ഞാൻ ഈ പേര് സൂക്ഷിക്കാൻ
ഒരു അറേ മൈ നെയിം എന്ന് പറയുമ്പോൾ സൈസ് 6 ഉള്ള ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുന്നു. അറേയുടെ പേര് മൈ അണ്ടർസ്കോർ നെയിം പ്ലസ് ഒരു ബൈറ്റ് സ്ട്രിങ്ങിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്ന നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്ട്രിങ് ഡെലിമിറ്റർ എന്നാണ് അതിന് പറയുക, ടെർമിനേറ്റർ എന്നൊക്കെ പറയാം, സ്റ്റോർ ചെയ്ത്. അപ്പോൾ ഇവിടെ that is, as we can say that memory required to store a string will be equal to the number of characters in the string plus 1 byte for null character. അങ്ങനെ C++ൽ ഒരു ക്യാരക്ടർ അറേയിൽ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ട മെമ്മറി എന്ന് പറയുന്നത് സ്ട്രിങ്ങിലുള്ള ലെറ്ററുകളുടെ എണ്ണം പ്ലസ് 1 ബൈറ്റ് ഫോർ ദ നൾ ക്യാരക്ടർ. സ്ട്രിങ്ങിൽ ആകെ എത്ര ലെറ്ററുകളുണ്ടോ ഓരോ ലെറ്ററിനും വേണ്ട ഒരു ബൈറ്റ് വെച്ച് അത്ര ബൈറ്റ് പ്ലസ് 1 ബൈറ്റ് ഫോർ എൻഡ് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ അവസാനം /0 എന്ന് സൂചിപ്പിക്കുക. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ആ ക്യാരക്ടർ സ്പെഷ്യൽ ക്യാരക്ടറാണ്, അതിനെ സൂക്ഷിക്കാൻ ഒരു ബൈറ്റ് കൂടി വേണം. അപ്പോൾ 6 അക്ഷരങ്ങളുള്ള പേര് സ്റ്റോർ ചെയ്യാൻ സൈസ് 7 ആയിട്ടുള്ളൊരു ക്യാരക്ടർ അറേ, മിനിമം സൈസ് 7 ആയിട്ടുള്ള ക്യാരക്ടർ അറേയെങ്കിലും C++ൽ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ 7 അക്ഷരങ്ങളുള്ളൊരു പേരാണെങ്കിൽ 8 അക്ഷരങ്ങളുള്ളൊരു പേരാണെങ്കിൽ ആ പേര് സൂക്ഷിക്കുന്നതിനുള്ള അറേ ക്യാരക്ടർ അറേ ഉപയോഗിച്ചാണ് പേരൊക്കെ സൂക്ഷിക്കുക. ആ പേര് സൂക്ഷിക്കുന്നതിനുള്ള ക്യാരക്ടർ അറേയുടെ സൈസ് എപ്പോഴും 9 ആയിരിക്കും. അവസാനത്തെ അപ്പോൾ ആദ്യത്തെ 8 ലൊക്കേഷനുകൾ ആദ്യത്തെ 8 ലെറ്ററുകളിൽ സ്റ്റോർ ചെയ്യും. പിന്നെ ആദ്യത്തെ 8 ഇൻഡെക്സുകളിൽ അറേയുടെ ആദ്യത്തെ 8 ഇൻഡെക്സിൽ പൊസിഷനിൽ അതാത് പിന്നെ തന്നിരിക്കുന്ന നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ഓരോ വാക്ക് ലെറ്ററുകളായിട്ട് സ്റ്റോർ ചെയ്യും. ആദ്യം മുതൽക്കുള്ള അവസാനം വരെയുള്ള ഓരോ ലെറ്ററും. അവസാനത്തെ ലെറ്റർ പേരിലെ അവസാനത്തെ അക്ഷരം സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേ എലിമെൻറ്റിന് തൊട്ട അടുത്ത് കിടക്കുന്ന അറേ ലൊക്കേഷൻ അല്ലെങ്കിൽ അറേയുടെ എലിമെൻറ്റിൽ /0 എന്ന് ഓട്ടോമാറ്റിക്കലി C++ ആഡ് ചെയ്യുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ് ആണ് പറയാനുള്ളത്.